ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച പോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും നമ്മളൊരു വട്ടം ഡിസ്കഷൻ ചെയ്തതാണ്. നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 24-ാം തീയതി നടന്ന ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. അതിലൊന്നാമത്തെ പ്രവർത്തനം ഇങ്ങനെയായിരുന്നു. ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്ന ചോദ്യമായിരുന്നു ആദ്യമായിട്ട് തന്നത്. ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? നമുക്ക് 24 മണിക്കൂറുകളുണ്ട് ഒരു ദിവസത്തിൽ. 24 മണിക്കൂറിലും 60 മിനിറ്റുകൾ വീതമുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ 1440 മിനിറ്റുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്ത ചോദ്യം, ഒരു മാസത്തിൽ 3 ദിവസങ്ങൾ 5 എണ്ണം വീതം ഉണ്ടെങ്കിൽ ആ മാസം ആകെ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും എന്ന ചോദ്യത്തിന് ഇത് മുന്നേ നമ്മൾ ഡിസ്കഷൻ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം എത്ര ദിവസങ്ങളുണ്ടായിരിക്കും. 31 ദിവസങ്ങളുണ്ടായിരിക്കും. 3 ദിവസങ്ങൾ 5 വീതം വന്നാൽ അത് 31 ആയിരിക്കും. റഫായിട്ട് തന്നതുകൊണ്ടാണ് ഞാനിവിടെ 1 ഞായറാഴ്ച കൊടുത്തത്. ഏത് ദിവസത്തിലും സ്റ്റാർട്ട് ചെയ്താലും 3 ദിവസങ്ങൾ 5 എണ്ണം വീതം വന്നിട്ടുണ്ടെങ്കിൽ ആ മാസം 31 ആയിരിക്കും. അടുത്ത ചോദ്യം, കലണ്ടറിൽ ഏതൊക്കെ വർഷങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന ചോദ്യം ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ക്രിസ്തുവർഷം, ശകവർഷം, കൊല്ലവർഷം, ഹിജ്റ വർഷം. ഈ 4 വർഷങ്ങളാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ക്ലോക്കിൽ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് എത്ര തവണയാണ്? ഒരു ദിവസമാണ് ചോദിക്കുന്നത്. ഒരു ദിവസം 24 പ്രാവശ്യം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഒരേ ദിശയിലേക്ക് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, സമയം 1 മണിക്കൂർ 30 മിനിറ്റ് 45 സെക്കൻഡ് രേഖപ്പെടുത്തിയ ക്ലോക്കിൽ സെക്കൻഡ് സൂചി ഏത് സംഖ്യയുടെ നേരെയായിരിക്കും? ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ചതാണ്. 45 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സൂചി 9 എന്ന സംഖ്യയുടെ നേരെയായിരിക്കും. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സെക്കൻഡ് സൂചി 3-ൽ നിന്ന് 6-ലേക്ക് എത്തുമ്പോൾ എടുക്കുന്ന സമയം എത്ര? 3 എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 6-ലേക്ക് വരുമ്പോൾ എത്ര സമയം എടുക്കുമെന്നാണ്. 15 സെക്കൻഡാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ LSSൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു അതിവർഷത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിവർഷം എന്താണ്, അതിവർഷത്തിൻ്റെ അധികമായിട്ട് വരുന്ന ദിവസം ഏത് മാസത്തിലാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സാധാരണ 365 ദിവസങ്ങളാണ് ഒരു വർഷത്തിലുണ്ടാവുന്നതെങ്കിൽ അതിവർഷത്തിൽ 366 ദിവസങ്ങളായിട്ട് ഒരു ദിവസം അധികമായിട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ അതിവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 8 മണിക്കൂർ എന്നത് ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ്? 8 മണിക്കൂർ എന്നത് ഒരു ദിവസത്തിൻ്റെ 1/3 ഭാഗമാണ്. 24 മണിക്കൂറിൽ 8 എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ 1/3 ഭാഗമാണ് 8 മണിക്കൂർ എന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2020 ഫെബ്രുവരി മാസം 1-ാം തീയതി ശനിയാണെങ്കിൽ ആ മാസം എത്ര ശനിയാഴ്ചകളുണ്ട് എന്ന്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കലണ്ടർ വരച്ചതിന് ശേഷം മാത്രം ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്തുക. 1-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ ആ മാസം എത്ര ശനിയാഴ്ചകളുണ്ട്? 1-ാം തീയതിയിൽ ശനിയാഴ്ച നമുക്ക് ഇട്ട് നോക്കാം. 1. അതിൽ എങ്ങനെയാണ് അടുത്ത ശനിയാഴ്ച എത്തുക? അടുത്ത ശനിയാഴ്ചയൊക്കെ എങ്ങനെ കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. 1 ആണെങ്കിൽ അടുത്ത 7 കൂട്ടിയ സംഖ്യയായിരിക്കും അടുത്ത ശനി. അതിലേക്ക് 7 കൂട്ടിയ സംഖ്യയായിരിക്കും അടുത്ത ശനി. അതിലേക്ക് 7 കൂട്ടിയ സംഖ്യയായിരിക്കും അടുത്ത ശനി. അടുത്ത ശനിയിലേക്ക്
എത്താൻ 7 കൂട്ടിയാൽ അടുത്ത ശനിയും ലഭിക്കും. അങ്ങനെ ഈ മാസം നോക്കാം. 2020 ചോദിച്ചിട്ടുള്ളത്. വർഷം മാസം ഫെബ്രുവരിയാണ്. 2020 എന്ന് പറയുന്നത് അതിവർഷമായിട്ടുള്ള വർഷമാണ്. ഫെബ്രുവരി മാസത്തിലാണ് ആദ്യ വർഷത്തിൻ്റെ ദിവസം ആഡ് ആവുന്നത്. 29 എന്ന് പറയുന്നത് അപ്പോൾ ആ ശനിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ശനിയാഴ്ചകളുണ്ട്? 1, 2, 3, 4, 5 ശനിയാഴ്ചകൾ ആ മാസത്തിലുണ്ട്. അപ്പോൾ 5 എന്ന് ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം ഇതാണ്. അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു കലണ്ടർ കേട്ടോ. ഇങ്ങനെ ആയിരിക്കും മുഴുവനായിട്ട് എഴുതാണെങ്കിൽ. മുഴുവനായിട്ട് എഴുതൊന്നും വേണ്ട, ആ ശനികൾ കണ്ടെത്തിയാൽ മതി. നമുക്ക് എത്ര ശനികളുണ്ടെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി കേട്ടോ. 1-ാം തീയതി ശനിയാണെങ്കിൽ അടുത്ത ശനിക്ക് 8-ാം തീയതി ആയിരിക്കും. കാരണം 8-ാം തീയതി എന്ന് പറയുന്നത് 1-ൽ നിന്നും 7 കൂട്ടിയ സംഖ്യയാണ്. ഒരു ദിവസം ശനിയാണെങ്കിൽ ഒരു ദിവസം അത് അടുത്ത ആഴ്ചയിലേക്ക് അതേ ദിവസം ആവുന്നത് 7 ദിവസങ്ങൾ കൂടിയതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ടൊരു മറ്റേ ചോദ്യമാണ്. 2020 ജനുവരി 1 ബുധനാഴ്ച ആയിരുന്നു. 2020 ജനുവരി 1 ബുധനാഴ്ചയായിരുന്നു. 2020 ഫെബ്രുവരി 1 ഏത് ദിവസമായിരുന്നു എന്ന ചോദ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ബുധന് 1 29 വരെ നമ്മൾ 7 വെച്ച് കൂട്ടി 30, 31 ജനുവരി 31 ദിവസങ്ങളുള്ള മാസമാണ് നമുക്കറിയാം. അടുത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസം ഫെബ്രുവരി 1 ആയിരിക്കും. ഫെബ്രുവരി 1 ശനിയാണ് ഉത്തരം. അടുത്ത ചോദ്യം 30 ദിവസങ്ങൾ മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം? 30 ദിവസങ്ങൾ മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം എന്ന ചോദ്യം. ഇത് കണ്ടെത്താൻ ഞാനൊരു റഫ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹമ്പായിട്ട് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുകളിലേക്ക് പോകുന്ന ഹമ്പിൻ്റെ ഭാഗം 31 ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്നു. താഴോട്ട് പോകുന്നത് ഫെബ്രുവരി 28ഉം 29ഉം ബാക്കിയുള്ളതൊക്കെ 30 ആയിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. ഇതിന് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സൂത്രവാക്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ജനുവരി 31 മുകളിലാണ്, ഫെബ്രുവരി 28 29 ഒക്കെ താഴെയാണ്. അടുത്ത മുകളിലേക്ക് പോകുമ്പോൾ മാർച്ച് 31 ആകും, ഏപ്രിൽ 30 ആകും. മുകളിലേക്ക് പോകുമ്പോൾ മെയ് 31 ആകും, ജൂൺ 30 ആകും. അടുത്തത് 2 മാസങ്ങൾ അടുപ്പിച്ച് 31 ഉണ്ട്. ജൂലൈയും ആഗസ്റ്റും 31 ആണ്. താഴോട്ട് പോകുമ്പോൾ സെപ്റ്റംബർ 30 ആണ്. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഒക്ടോബർ 31 ആണ്. താഴോട്ട് പോകുമ്പോൾ നവംബർ 30 ആണ്. മുകളിലേക്ക് വരുമ്പോൾ വീണ്ടും ഡിസംബർ 31 ആണ്. അങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 30 ദിവസങ്ങൾ മാത്രമുള്ളത് ഏതാ? നോക്കൂ, ഫെബ്രുവരി ഇല്ല, ഏപ്രിൽ ഉണ്ട്, 1 ജൂൺ ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, അതുപോലെ തന്നെ നവംബർ. ഈ 4 മാസങ്ങളാണ് 30 ദിവസങ്ങളുള്ളത്. മുകളിലുള്ളതൊക്കെ 31 ആണ്. ഇവിടെ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 ആയിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്ത ചോദ്യം, ജനുവരി മാസം 23-ാം തീയതി ഞായറാഴ്ചയാണ് എങ്കിൽ ആ മാസം 11-ാം തീയതി ഏത് ദിവസമാണ് എന്ന ചോദ്യമാണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ കലണ്ടർ പോലെ തന്നെയാണ് ഇത് കണ്ടെത്തേണ്ടത്. 23 മുകളിലേക്കാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് താഴെയാണ് 23 എഴുതിയത്. 23 ഞായറാഴ്ചയാണെങ്കിൽ ആ മാസം 11-ാം തീയതി. ഇതിൻ്റെ മുകളിലുള്ള സംഖ്യ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഏതായിരിക്കും? 23-ൽ നിന്നും 7 കുറച്ച് സംഖ്യ ആയിരിക്കും. 16ഉം അതുപോലെ തന്നെ 9ഉം. 9 വരെ കിട്ടിയാൽ 11 ഏതാന്ന് കണ്ടെത്താൻ സിമ്പിളല്ലേ? എങ്ങനെയാണ്? അടുത്ത ദിവസം 10 ആയിരിക്കും, അടുത്ത ദിവസം 11 ആയിരിക്കും. ചൊവ്വാഴ്ചയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുക. 11-ാം തീയതി ചൊവ്വയാണ്. അടുത്ത ചോദ്യം, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയം കാണിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നു. ഈ സമയം 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റിയെടുക്കുക. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ കാണുന്ന സമയം 24 ടൈംസിലുള്ള ക്ലോക്ക് ആയിരിക്കും. അതിനെ 12 മണിക്കൂർ 12 ഹവേഴ്സ് ക്ലോക്കിലേക്ക് മാറ്റാണ് വേണ്ടത്. ഇങ്ങനെയാണ് പട്ടിക തന്നിട്ടുള്ളത്. ട്രെയിനിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, പുറപ്പെടുന്ന സമയം 24 ടൈംസിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി AM-ഉം PM-ലേക്ക് മാറ്റി എഴുതുകയാണ് വേണ്ടത്. ജയന്തി ജനത 13:30 പുറപ്പെടുന്നത്. 24 ടൈംസിൽ 13:30. അതിനെ AM-ഉം PM-ലേക്ക് ആക്കുമ്പോൾ നമ്മൾ 1:30 PM എന്ന ഉത്തരം ലഭിക്കും.
12 മണിക്കൂർ കഴിഞ്ഞ് അടുത്തത് 1.5 മണിക്കൂർ അധികം 13.5 എന്ന് പറയുന്നതിൽ 1.5 എന്ന അധികം ലഭിക്കുന്നത് PM-ലേക്ക് മാറ്റിയിരിക്കും. അടുത്തത് മാവേലി എക്സ്പ്രസ് 20:45 എന്ന് പറയുന്ന സമയത്താണ് പുറപ്പെടുന്നത്. അത് AM PM-ലേക്ക് മാറ്റുമ്പോൾ 8:45 എന്ന ഉത്തരം ലഭിക്കും. ചെന്നൈ മെയിൽ 15:30 എന്ന് പറയുന്ന സമയം AM PM-ലേക്ക് മാറ്റുമ്പോൾ 12 ടൈംസിലേക്ക് മാറ്റുമ്പോൾ 3:30 PM എന്ന് ലഭിക്കും. അമൃത എക്സ്പ്രസ് 23:30 പുറപ്പെടുന്നത്. അതിനെ മാറ്റുമ്പോൾ 11:30 PM എന്ന ഉത്തരം 11:30 PM എന്ന ഉത്തരം ലഭിക്കും. അടുത്തത് 5:50 സമയം തന്നിട്ടുള്ളത്. 5:50 എന്ന് പറയുമ്പോൾ പുലർച്ചെയാണ് ആ സമയം. പുലർച്ചെ AM ആണ്. 5:50 AM എന്ന സമയത്തിലേക്ക് 12 ടൈംസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ലഭിക്കും. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, അബു രാവിലെ, ഇതൊക്കെ ഞാൻ വേഗം പറയുന്നത് നിങ്ങൾക്ക് ഒരു വട്ടം എടുത്ത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. അബു രാവിലെ 9:35 പുറപ്പെട്ട് 2 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുമ്പോൾ സമയം എത്ര? ഈ സമയത്തിലേക്ക് ഈ സമയം കൂട്ടി നോക്കിയാൽ മതി. 9:35ലേക്ക് 2:50 2 മണിക്കൂറും 50 മിനിറ്റും കൂട്ടി നോക്കിയാൽ മതി. കൂട്ടി നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മിനിറ്റുകൾ തമ്മിലുള്ള സംഖ്യ ആദ്യം കാണണം. അതിനുശേഷം മണിക്കൂറുകൾ തമ്മിലുള്ള സംഖ്യ കാണണം. ഇവിടെ 35 എന്ന ഉത്തരം ലഭിക്കും. 85 എന്ന ഉത്തരം ലഭിക്കും. 85 എന്ന ഉത്തരം ലഭിക്കും. 85 എന്ന് പറയുന്നത് 1 മണിക്കൂറും ബാക്കി വരുന്ന സമയവുമാണ്. 1 മണിക്കൂറും 25 മിനിറ്റുമാണ് 85 മിനിറ്റ് എന്ന് പറയുന്നത്. അതിലെ 60 നമ്മൾ എന്ത് ചെയ്യും? 1 മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മണിക്കൂറിൻ്റെ ഭാഗത്തേക്ക് മാറ്റി വെക്കും. ബാക്കി 25 നമുക്ക് മിനിറ്റിൻ്റെ ഭാഗത്ത് തന്നെ വെക്കാം. മനസ്സിലായല്ലോ അല്ലേ? 35ഉം 50ഉം കൂട്ടി നോക്കിയാൽ 85 മിനിറ്റുകൾ കിട്ടും നമുക്ക്. ആ 85നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിക്കൂറും മിനിറ്റും ആയി മാറ്റുന്നു. 85ൽ 1 മണിക്കൂറും പിന്നെ 25 മിനിറ്റാണുള്ളത്. 85 എന്ന് പറയുന്നത് 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ്, നമുക്ക് 1 മണിക്കൂറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 60നെ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്ത് 1 ആക്കിയിട്ട് 1 മണിക്കൂറാക്കിയിട്ട് മണിക്കൂറിൻ്റെ ഭാഗത്തേക്ക് എഴുതാം. ബാക്കി വരുന്ന 25നെ നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റിൻ്റെ ഭാഗത്ത് തന്നെ മാറ്റി എഴുതാം. അങ്ങനെ വരുമ്പോൾ 85 വെട്ടിയിട്ടുണ്ട് കേട്ടോ. 85 25 ആയിട്ടുണ്ട്. കാരണം 60 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർട്ട് ചെയ്ത് 1 ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 9ഉം 2ഉം 1ഉം തമ്മിൽ കൂട്ടിയ 12 എന്ന ഉത്തരം ഇവിടെയും 25 എന്ന ഉത്തരം ഇവിടെയും ലഭിക്കും. 12:25 PM-നാണ്. 12 മണി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 12 മണി കഴിഞ്ഞിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ PM-ലേക്ക് മാറിയിട്ടുണ്ട്. രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9ലേക്ക് 2:50 കൂട്ടുമ്പോൾ 12:25 ആകുമ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. 12 PM എന്ന ഉത്തരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ജനുവരി 1 ബുധനാഴ്ചയാണ്. ഈ മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകളുണ്ട് എന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റഫ് എടുക്കാം. റഫിൽ ബുധനാഴ്ച 1 എന്ന് കൊടുക്കാം. വെള്ളിയാഴ്ചയിലേക്ക് എത്തണം. വെള്ളിയാഴ്ചയിലേക്ക് 3-ാം തീയതി ആയിരിക്കും വെള്ളിയാഴ്ച. 1-ാം തീയതി ബുധനാണെങ്കിൽ 2 വ്യാഴം 3 വെള്ളി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി എത്ര വെള്ളിയാഴ്ചകളുണ്ട് നോക്കാം. ജനുവരി മാസമാണ്, 31 ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അടുത്തത് 10 ആയിരിക്കും. 10 എങ്ങനെ കിട്ടിയത്? 3-ൽ നിന്നും 7 കൂട്ടിയ സംഖ്യയാണ്. അടുത്തത് 17 ആണ്. അടുത്തത് 24 ആണ്. അടുത്തത് 31 ആണ്. അപ്പോൾ 1, 2, 3, 4, 5 ദിവസങ്ങൾ, 5 വെള്ളിയാഴ്ചകൾ ആ മാസത്തിൽ നമുക്ക് ലഭിക്കും ചെയ്യും. ബുധനാഴ്ച 1-ാം തീയതി ആണെങ്കിൽ വെള്ളിയാഴ്ച എത്ര ദിവസങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് 5 എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൽ ആകെ പ്രവർത്തിക്കുന്ന സമയം എത്ര മണിക്കൂറാണ് എന്നാണ് ചോദ്യം. 14 മണിക്കൂർ എന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? 8 മുതൽ 8 വരെ 12 മണിക്കൂറും അതിന് ശേഷമുള്ള 2 മണിക്കൂർ 10 മണിക്ക് ഉള്ള 2 മണിക്കൂർ കൂട്ടി നോക്കിയാൽ 14 മണിക്കൂർ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇതാണ് 8 മുതൽ 8 വരെ 12 മണിക്കൂർ, അതിലേക്ക് 2 മണിക്കൂർ 8 കഴിഞ്ഞിട്ട് 10 മണി വരെ ഉണ്ട് അല്ലേ? ആ 2 മണിക്കൂർ ഇവിടെ ആഡ് ചെയ്താൽ 14 മണിക്കൂർ എന്ന് ഉത്തരം ലഭിക്കും.
അടുത്ത ചോദ്യം, ഒരു ടാങ്കിൻ്റെ 1/3 ഭാഗം നിറയാൻ 1/4 മണിക്കൂർ സമയം വേണം, അതായത് 15 മിനിറ്റ് വേണം എന്നാണ് പറയുന്നത്. ടാങ്ക് മുഴുവൻ നിറയാൻ ആകെ എത്ര സമയം വേണം എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ടാങ്ക് വരച്ച് നോക്കാം. 45 മിനിറ്റാണ് ഉത്തരം ലഭിക്കുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. 3 ഭാഗങ്ങളായിട്ട് ടാങ്കിന് അതിൻ്റെ 1/4 ഭാഗം, അതായത് 1/3 നിറയാൻ 15 മിനിറ്റാണ്. അടുത്ത 2 ഭാഗങ്ങൾ കൂടി നിറയാൻ അതേപോലെ തന്നെ 15 മിനിറ്റുകൾ വേണ്ടി വരും. അങ്ങനെ എല്ലാ 15 മിനിറ്റുകളും കൂട്ടി നോക്കിയാൽ 3/4 മണിക്കൂർ, അതായത് 45 മിനിറ്റ് എന്ന്. വൈദ്യുതി ലൈനിൽ പണിക്കാർ ഉള്ളതിനാൽ 9:30 AM മുതൽ 8 മണിക്കൂർ വൈദ്യുതി നിയന്ത്രണം രേഖപ്പെടുത്തി. എങ്കിൽ വൈദ്യുതി നിയന്ത്രണം അവസാനിക്കുന്ന സമയം ഏത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സമയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 9:30 8 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂട്ടി നോക്കിയാൽ മതി. 9:30 AM 8 ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇവിടെ 8 മണിക്കൂർ എന്നുള്ളത് കൊണ്ട് മിനിറ്റുകൾ കൂട്ടേണ്ടി വരില്ല. ആ 30 എന്ത് ചെയ്യാം, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൂട്ടി എഴുതിയാൽ മതി. 30 0 കൂട്ടിയാൽ 30 തന്നെയാണ് ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെ 9 8 കൂട്ടിയ സംഖ്യയായിട്ടുള്ള 17 എന്നുത്തരം 17:30 എന്ന 24 ടൈംസ് കിട്ടും. ആ 24 ടൈംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 ടൈംസ് ക്ലോക്കിലേക്ക് മാറ്റി എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ 17:30 5:30 PM എന്ന അവസാനിക്കുന്ന സമയം 5:30 PM എന്ന ഉത്തരം ലഭിക്കും. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് തന്നതായിരുന്നു. 11 മണിക്ക് 5 മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തി അവസാനിക്കുന്ന സമയം എത്രയാണ് എന്ന ചോദ്യമായിരുന്നു. 11 5 കൂട്ടിയാൽ മതി. 11 ഇവിടെ മിനിറ്റുകൾ തമ്മിൽ കൂട്ടേണ്ടി വരില്ല. 11ഉം 5ഉം തമ്മിൽ കൂട്ടി നോക്കിയാൽ 16 മണി എന്ന ഉത്തരം ലഭിക്കും. 12 ടൈംസിലേക്ക് 16 എന്ന ഉത്തരം ലഭിക്കും. അങ്ങനെ ആ 16ന് നിങ്ങൾ എന്ത് ചെയ്യാം, 12 ടൈംസിലേക്ക് മാറ്റുമ്പോൾ 4 PM എന്ന ഉത്തരം നമുക്ക് ലഭിക്കും.